നമസ്കാരം. അരുണാചൽ പ്രദേശിലെ 23 സ്ഥലങ്ങൾക്ക് ചൈന സ്വന്തം നിലയിൽ പുതിയ പേരുകൾ നൽകിയതിനെ ഇന്ത്യ കർശനമായി തള്ളിക്കളഞ്ഞു. അരുണാചലിൽ ചൈനയുടെ കളിയൊന്നും ഇനി നടക്കില്ല. ശത്രുവിന്റെ കണ്ണിൽ നോക്കി സത്യം വിളിച്ചു പറയാൻ കരുത്തുള്ള ഒരു ഭരണകൂടം ഇന്ന് ഡൽഹിയിലുണ്ട്. ഈ നീക്കത്തിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് എങ്കിലും ഭാരതത്തിന്റെ അതിർത്തികൾ കാക്കുന്ന BJP സർക്കാർ ഇത്തരം നടപടികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ചൈനയുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഭൂമിയിലെ യാഥാർത്ഥ്യം മാറില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയ ചുട്ട മറുപടി. ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്നതാണ് BJP സർക്കാരിന്റെയും നരേന്ദ്രമോദിയുടെയും ഉറച്ച നിലപാട്. പഴയ കാലത്തെ ഭരണാധികാരികൾ ചൈനയെ ഭയന്ന് അതിർത്തിയിൽ വികസനം മുരടിപ്പിച്ചപ്പോൾ ആ വിമുഖതയുടെ ഫലമായി നമ്മുടെ സൈനികർക്ക് നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളും നമുക്ക് നഷ്ടമായ മണ്ണും ഇന്നും ഓരോ ഭാരതീയന്റെയും ഉള്ളിലെ ഉണങ്ങാത്ത മുറിവുകളാണ്. ആ ചരിത്രപരമായ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ചൈനീസ് പ്രകോപനങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ആധുനിക ആയുധങ്ങളും റോഡുകളും കൊണ്ട് അതിർത്തിയെ കോട്ടയാക്കി മാറ്റിയ നവഭാരതത്തിന്റെ പ്രതിരോധമാണ് നാം ഇന്ന് അരുണാചലിൽ കാണുന്നത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയതുപോലെ പേരുകൾ മാറ്റുന്നത് കൊണ്ട് യാഥാർത്ഥ്യം മാറില്ല. അരുണാചൽ പ്രദേശ് എന്നും ഭാരതത്തിന്റെ ഭാഗമായിരുന്നു, ഇനിയും അങ്ങനെ തന്നെ തുടരും. ചരിത്രപരമായും നിയമപരമായും ഇന്ത്യയുടെ അധികാര പരിധിയിലുള്ള ഒരു ഭൂപ്രദേശത്തെ സ്വന്തമാക്കാൻ ചൈന നടത്തുന്ന 6ാം ഘട്ട ശ്രമമാണിത്. എന്നാൽ പഴയ കാലത്തെ ഇന്ത്യയല്ല ഇന്നത്തേത്. 1962 മുറിവുകളും അന്നത്തെ നയതന്ത്ര പരാജയങ്ങളും നൽകിയ വേദനയും ഇന്നും ഓരോ ഭാരതീയന്റെയും മനസ്സിലുണ്ട്. അന്നുണ്ടായ ആ തിരിച്ചടികൾക്കും പിന്നിൽ നിന്നുള്ള കുത്തുകൾക്കും പ്രായശ്ചിത്തം ചെയ്യുന്നത് പോലെയാണ് ഇന്നത്തെ പ്രതിരോധം. പഴയ കാലത്തെ കോൺഗ്രസ് ഭരണാധികാരികൾ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനം ചൈനയെ പേടിച്ച് അവഗണിപ്പിച്ചപ്പോൾ ഇന്ന് BJP സർക്കാർ അവിടെ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് സൈന്യത്തിന് നിമിഷങ്ങൾക്കുള്ളിൽ അതിർത്തിയിലെത്താൻ സൗകര്യമൊരുക്കി. സെല ടണൽ പോലുള്ള പദ്ധതികൾ ചൈനയുടെ ഉറക്കം കെടുത്തുന്നത് അതുകൊണ്ടാണ്. അന്താരാഷ്ട്ര രംഗത്ത് ചൈന ഇപ്പോൾ ഉയർത്തുന്ന മറ്റൊരു വാദം ഹോർമൂസ് കടലിടുക്കിലെ US പ്രതിരോധം അപകടകരമാണ് എന്നതാണ്. എന്നാൽ ഇവിടെയും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. ലോക വ്യാപാരത്തിന്റെ സിരയായ സമുദ്രപാതകളിൽ തടസ്സമില്ലാത്ത ഗതാഗതം വേണമെന്നതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ചൈന തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രം സംസാരിക്കുമ്പോൾ ഇന്ത്യ ലോകത്തിന്റെ മൊത്തം സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അമേരിക്കയുമായി ശക്തമായ ബന്ധം പുലർത്തുന്നതിനോടൊപ്പം തന്നെ സ്വന്തം താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞത ഇവിടെ പ്രകടമാണ്. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ BJP സർക്കാർ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യ ഇന്ന് ലോകശക്തിയാക്കുന്നത്. അതിർത്തിയിൽ വെടിയുണ്ടകൾക്ക് മറുപടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയും നയതന്ത്ര മേശയിൽ ചൈനയ്ക്ക് തക്കതായ മറുപടി നൽകുന്നതും ഭാരതീയർക്ക് വലിയ അഭിമാനമാണ് നൽകുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിരോധിച്ചും ഡിജിറ്റൽ സ്ട്രൈക്കുകൾ നടത്തിയും ഇന്ത്യ ഇതിനകം തന്നെ സാമ്പത്തിക പ്രഹരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അതിർത്തി കാക്കുന്ന ജവാന്മാരുടെ ജീവൻ അപകടത്തിലായപ്പോഴും ചൈനീസ് കടന്നുകയറ്റം കണ്ടില്ലെന്ന് നടിച്ചവരുടെ രാഷ്ട്രീയം നാം കണ്ടതാണ്. ആ വിമുഖതയുടെ ഫലമായി നമുക്ക് നഷ്ടമായ ഭൂപ്രദേശങ്ങളുടെയും തളർന്ന ആത്മവീര്യത്തിന്റെയും വേദന ഓരോ ദേശസ്നേഹിയുടെയും ഉള്ളിലുണ്ട്. എന്നാൽ ഇന്ന് ഗൽവാനിലും തവാങ്ങിലും കണ്ടതുപോലെ ഇന്ത്യൻ സൈന്യം ശത്രുവിന്റെ കണ്ണിൽ നോക്കി മറുപടി നൽകുന്നു. ചൈന എത്രത്തോളം പേരുകൾ മാറ്റിയാലും എത്ര ഭൂപടങ്ങൾ പുതിയതായി വരച്ചാലും അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ നെഞ്ചിടിപ്പായി തന്നെ നിലകൊള്ളും. വസുദൈവ കുടുംബകം എന്ന് വിശ്വസിക്കുമ്പോഴും ശത്രുവിന്റെ പ്രകോപനങ്ങൾക്ക് മുന്നിൽ പതറാത്ത ഒരു നേതൃത്വം നമുക്കുണ്ട്. ചൈനയുടെ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കുമെന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പ് ആഗോള സമൂഹം ഗൗരവത്തോടെയാണ് കാണുന്നത്. ചൈനയുടെ മറ്റൊരു കുതന്ത്രമായിരുന്നു ഭൂപട യുദ്ധം. 2023 മുതൽ ചൈന അവരുടെ ഔദ്യോഗിക ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു. അരുണാചൽ പ്രദേശിനെയും അക്സായി ചിന്നിനെയും സ്വന്തം ഭാഗമായി ചിത്രീകരിച്ച ചൈനീസ് ഭൂപടത്തെ ഇന്ത്യ ലോകവീതിയിൽ തന്നെ തുറന്നുകാട്ടി. മുൻകാലങ്ങളിൽ ഇത്തരം ഭൂപടം ഇറങ്ങുമ്പോൾ വെറും പ്രതിഷേധങ്ങളിൽ ഒതുക്കിയിരുന്ന ഇന്ത്യ ഇന്ന് സാമ്പത്തികമായും സൈനികമായും ചൈനയെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ചൈനയെ പ്രീണിപ്പിക്കാൻ അതിർത്തിയിൽ റോഡ് പണിയാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് BJP സർക്കാർ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം വഴി അതിർത്തി ഗ്രാമങ്ങളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായും സൈനിക കേന്ദ്രങ്ങളാക്കി മാറ്റി. ചൈനീസ് ഗ്രാമങ്ങൾ അതിർത്തിയോടടുക്കുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. ഇത് അതിർത്തിയിലെ ജനതയ്ക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. 1962 ലഡാക്കിലെയും അരുണാചലിലെയും മണ്ണിൽ നമ്മുടെ ജവാന്മാർക്ക് നേരിടേണ്ടി വന്നത് ആയുധങ്ങളുടെ കുറവല്ല, അന്നത്തെ ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മയായിരുന്നു. വേണ്ടത്ര ശൈത്യകാല വസ്ത്രങ്ങളോ ആയുധങ്ങളോ ഇല്ലാതെ മഞ്ഞുമലകളിൽ പോരാടി ആ ധീരന്മാരുടെ ബലിദാനം ഇന്നും
നമ്മുടെ മനസ്സിൽ ഒരു തേങ്ങലായി നിലനിൽക്കുന്നുണ്ട്. അന്ന് അതിർത്തിയിൽ അടിസ്ഥാന സൗകര്യങ്ങളോ ആയുധങ്ങളോ ഇല്ലാതെ നമ്മുടെ ജവാന്മാർ വീരമൃത്യു വരിച്ചപ്പോൾ പാർലമെന്റിൽ അവിടെ പുല്ലുപോലും മുളയ്ക്കില്ല എന്ന് പറഞ്ഞ് ആ ഭൂപ്രദേശത്തെ നിസ്സാരവൽക്കരിച്ച പഴയ ഭരണാധികാരികളുടെ നിലപാട് ഇന്നും ഒരു തീരാ വേദനയാണ്. ആ മുറിവുകൾക്ക് മരുന്നാവുകയാണ് ഇന്നത്തെ സർക്കാർ. ആ പുതിയ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഇന്ന് ഗൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈന്യത്തിന് ചുട്ട മറുപടി ഇന്ത്യ നൽകിയത്. BJP സർക്കാരിന്റെ കീഴിൽ സൈന്യത്തിന് ലഭിച്ച ആധുനിക റഫേൽ വിമാനങ്ങളും 6 ഓവർ റൈഫിളുകളും അതിർത്തിയിലെ കരുത്ത് വർദ്ധിപ്പിച്ചു. ഇതിൽ മാത്രമല്ല, കടലിലും ഇന്ത്യയെ വളയാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെ ഇന്ത്യ സാഗർ എന്ന നയത്തിലൂടെ അയൽ രാജ്യങ്ങളുമായി ചേർന്ന് പ്രതിരോധം തീർക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഇന്ത്യയുടെ സാന്നിധ്യം ചൈനയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ക്വാഡ് പോലുള്ള സഖ്യങ്ങളിലൂടെ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ ഒപ്പം നിർത്തി ചൈനയുടെ കടന്നുകയറ്റത്തെ തടയാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. ചൈനീസ് ആപ്പുകൾ നിരോധിച്ചും ചൈനീസ് കമ്പനികളിലെ നിയന്ത്രണം ഏർപ്പെടുത്തിയും ഇന്ത്യ നടത്തിയ സാമ്പത്തിക സ്ട്രൈക്കുകൾ ലോകത്തിന് തന്നെ മാതൃകയാണ്. തവാങ്ങിലും ലഡാക്കിലും ചൈനീസ് സൈനികർക്ക് ഇന്ത്യൻ ജവാന്മാരിൽ നിന്ന് കനത്ത തിരിച്ചടി ലഭിക്കുമ്പോൾ ലോകത്തിന് മുന്നിൽ നാണം കെടാതിരിക്കാൻ അവർ കണ്ടെത്തുന്ന ഒരു സൈക്കോളജിക്കൽ വാർഫെയർ മാത്രമാണിത്. എന്നാൽ ഇത്തരം കടലാസു പുലികൾക്ക് ഭാരതത്തിന്റെ മണ്ണിൽ 1 ഇഞ്ച് സ്ഥാനം പോലും നൽകില്ലെന്ന വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വാക്കുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നു. നമുക്ക് മറക്കാൻ കഴിയാത്ത ചില വേദനകളുണ്ട്. ഇന്ന് അരുണാചലിൽ വെറുമൊരു അതിർത്തിയല്ല, ഭാരതത്തിന്റെ വികസനത്തിന്റെ മുൻനിരയാണ്. വൈബ്രന്റ് വില്ലേജ് പദ്ധതിയിലൂടെ അതിർത്തിയിലെ ഗ്രാമവാസികളെ രാജ്യത്തിന്റെ കാവൽക്കാരായി മാറ്റാൻ BJP സർക്കാരിനു സാധിച്ചു. ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റും വെളിച്ചവും വഴികളും എത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ ചൈനയുടെ പ്രലോഭനങ്ങളെ പുച്ഛിച്ച് തള്ളുകയാണ്. അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യ ഇന്ന് ഒറ്റയ്ക്കല്ല. അമേരിക്ക മുതൽ ജപ്പാൻ വരെയുള്ള വൻശക്തികൾ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നു. ഹോർമൂസ് കടലിടുക്കായാലും ദക്ഷിണ ചൈന കടലായാലും ചൈനയുടെ ആധിപത്യം തടയാൻ ശേഷിയുള്ള ഏകരാജ്യം ഇന്ത്യയാണെന്ന് ലോകം സമ്മതിക്കുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും ആപ്പുകൾക്കും ഇന്ത്യ ഏർപ്പെടുത്തിയ നിരോധനം ചൈനയുടെ സാമ്പത്തിക അടിത്തറയെ പോലും ഉലച്ചിട്ടുണ്ട്. ശത്രുവിനെ ആയുധം കൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ടും സാമ്പത്തികമായി നേരിടണമെന്ന ചാണക്യതന്ത്രമാണ് ഇവിടെ പ്രായോഗികമാകുന്നത്. ചുരുക്കത്തിൽ, ചൈന എത്ര ഭൂപടങ്ങൾ മാറ്റിവരച്ചാലും എത്ര പേരുകൾ മാറ്റിയാലും അരുണാചൽ പ്രദേശ് എന്നും ഭാരതത്തിന്റെ സൂര്യോദയത്തിന്റെ നാടായി തന്നെ നിലകൊള്ളും. 140 കോടി ജനങ്ങളുടെ പിന്തുണയും ലോകം ആദരിക്കുന്ന ഒരു കരുത്തുറ്റ നേതൃത്വവും അതിർത്തി കാക്കുന്ന ധീരരായ സൈനികരും ഉള്ളപ്പോൾ ചൈനയുടെ ഒരു കുതന്ത്രവും ഇവിടെ വിലപ്പോവില്ല. ഭാരതം ഇന്ന് വെറും ഒരു കാഴ്ചക്കാരനല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ഗതി നിർണ്ണയിക്കുന്ന ഒരു ശക്തിയാണ്. അരുണാചൽ സുരക്ഷിതമാണ്, കാരണം അത് ഭാരതത്തിന്റെ കരുത്തുറ്റ കൈകളിലാണ്. ഭാരതത്തിന്റെ മണ്ണിൽ കണ്ണുവെക്കുന്നവർക്ക് അത് ലഡാക്കായാലും അരുണാചലിലായാലും തിരിച്ചടി ഉറപ്പാണെന്ന് ഈ സർക്കാർ തെളിയിച്ചു കഴിഞ്ഞു. ചൈനയുടെ ഭൂപടങ്ങൾ വെറും കടലാസു തുണ്ടുകളായി മാറുന്ന കാലമാണിത്. കാരണം അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് വെറും സൈനികരല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ പ്രാർത്ഥനയും 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്ന BJP സർക്കാരിന്റെ ഉറച്ച തീരുമാനവുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.